നാല് ഭാഗത്തും ഇന്ത്യയുടെ നോട്ടാം പ്രഖ്യാപിച്ച് ഇന്ത്യ പല രീതിയിലുള്ള യുദ്ധാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്രീക്കിൽ നോട്ടാം പ്രഖ്യാപിച്ച് ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള തൃശൂൽ നടത്തുന്നു. ഈ കരസേന, വ്യോമസേന, നാവികസേന ഇവ മൂന്നും സംയുക്തമായി ചേർന്നാണ് തൃശൂൽ അവിടെ നടത്തുന്നത്. ഇപ്പോഴിതാ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് നടത്താനായി പോകുന്നു. ഈ മാസം അവസാനത്തോടെയും ഈ മാസം പകുതിയോടെയും അതവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് റിപ്പോർട്ട് വരുന്നു. മുംബൈയിലും ഡൽഹിയിലും അടക്കം നോട്ടാം പ്രഖ്യാപിച്ച് പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ബേ ഓഫ് ബംഗാളിൽ നോട്ടാം പ്രഖ്യാപിച്ച് അവിടെ അഗ്നി മിസൈലുകൾ പരീക്ഷിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ താർ മരുഭൂമിയിലാണ് ഇന്ത്യ പരീക്ഷണം നടത്തുന്നത്. ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി ഹെൽഡ് സെന്റിനൽ സ്ട്രൈക്ക് ഫ്രം ഒക്ടോബർ 28 to 30 ഇൻ രാജസ്ഥാൻസ് താർ ഡെസേർട്ട്. അതായത് ഒക്ടോബർ 28 മുതൽ 30 വരെ താർ മരുഭൂമിയിൽ സെന്റിനൽ സ്ട്രൈക്ക് ഇന്ത്യൻ ആർമി നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. Sir, scanning ground for city is not rated for total of 16 main gun rounds have been fired, as I showcased yesterday. That's an extra drill and an exercise is not now the revision sir which was written shortly sir once they take the financial reports from all types of the educated the entire squadron on this, and now sir without verbal communication they just really correct all these things. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സേന എന്തിനോ വലിയ രീതിയിൽ ഒരുങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത്രയും വലിയ ഒരു പരിശീലനം, ഇത്രയും വലിയ ഒരു വ്യക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പോലെയുള്ള ഒരു പരിശീലനമാണ് ഇന്ത്യ നടത്തുന്നത്. ഇത് കണ്ട് പാകിസ്ഥാനും അവിടെ പരിശീലനം, സമാനമായിട്ടുള്ള രീതിയിലുള്ള പരിശീലനം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു വിരോധാഭാസമാണ് എന്നാണ് പല മാധ്യമങ്ങളും ലോക രാജ്യങ്ങളും ലോക നേതാക്കളും പോലും പറഞ്ഞ് കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.